ഡേ 71 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 71ാമത്തെ ദിവസമാണ്. സോ ഇന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു ഗ്യാപ്പപ്പിലായിരുന്നു ഓപ്പൺ, നല്ല രീതിയിലൊരു ഗ്യാപ്പപ്പിലായിരുന്നു ഓപ്പൺ ആയത്. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ലൊരു ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഒരു റാലി ബേസ്ഡ് ആയിരുന്നു, ഒരു അപ്സൈഡായിട്ട് ഒരു റാലി ബേസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നു, ഒരു റേഞ്ചിൽ ഇരുന്നിട്ട് നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യുന്ന നിഫ്റ്റി കാണിച്ചത്. നമ്മുടെ സെറ്റപ്പ് പ്രകാരം നമുക്കൊരു 2 ട്രേഡാണ് വന്നത്. സോ നമുക്ക് ആ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സമയം ഒരു 10:08 ആയിക്കണം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കണം. സോ ഈ ട്രേഡ് എന്ത് പ്ലേസ് ചെയ്താൽ മാർക്കറ്റ് മോർണിംഗ് നിഫ്റ്റി ഒരു ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ആയത്. ഗ്യാപ്പപ്പിൽ ഓപ്പണായി മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ട്രേഡ് ഡൗൺ സൈഡിലേക്ക് പ്ലേസ് ചെയ്തത്. മാർക്കറ്റ് നല്ലൊരു പമ്പിങ്ങും കാണുന്നുണ്ട്. എൻട്രി പ്ലേസ് ചെയ്തേക്കുന്ന മാർക്കറ്റ് നല്ലൊരു പമ്പിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ 2 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ വിക്സ് ഏകദേശം ഡൗൺ വന്നിട്ട് ഏകദേശം ഒരു 16 ആ റേഞ്ചിലെത്തിക്കണം. അപ്പോൾ പിന്നെ ഓൾറെഡി വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു സിനാരിയോ ഉണ്ടായത് നമ്മൾ 2 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിലാണ്ട് 8 പോയിൻറ്റ് SL നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ എന്ത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നോർമലി നമ്മളെ വീഡിയോസ് കാണുകയാണെങ്കിൽ അറിയാം. ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു POI ഫോം ആയിക്കണം. സോ ആ POIക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഞാൻ ഓൾറെഡി അതിലൊരു പൊസിഷൻ വെച്ച് കാണിച്ചു തരാം. സോ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ മാക്സിമം ടാർഗറ്റ് വെക്കുന്നത് ഈ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗ്ലോ എന്നുള്ള ഒരു ലെവലിലേക്കാണ് ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ അവിടെ വരെ എങ്ങനെ പ്രൈസ് റിയാക്ഷൻ വരും എന്ന് നമുക്ക് നോക്കാം ഏതായാലും. കാരണം ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് പോകേണ്ടതുണ്ട്. ചിലപ്പം ആ ഒരു ഏരിയ വരെ പോയിട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സൽ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ഒരു അപ്സൈഡ് റാലി. കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്, ഒരു ബുള്ളിഷിനുള്ള ചാൻസ് ഉള്ള ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. സോ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷനാണ്. നമ്മളെ ഡയറക്ഷൻക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല. പക്ഷേ മാർക്കറ്റ് ഒരു മേക്ക് ചെയ്ത് ഒരു ലിക്വിഡിറ്റി മേക്ക് ചെയ്തിട്ട് അത് സ്വീപ്പ് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ എൻട്രി ഇപ്പോൾ SL എടുത്തുകൊണ്ട് കോസ്റ്റിലോട്ട് ട്രയൽ ചെയ്ത്. സോ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുക നമ്മുടെ കോസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്ത് ഏകദേശം ഒരു 22 രൂപ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റിലാണ് എക്സിറ്റ് ചെയ്തത്. കോസ്റ്റിക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് വന്നടിച്ച്. ചിലപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിലൊരു അപ്സൈഡ് റാലി കാണാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസ് ആവും ഇന്ന് മാർക്കറ്റ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിക്ക് ട്രയൽ ചെയ്ത്. സോ ഞാൻ നെക്സ്റ്റ് എൻട്രി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. സമയം ഒരു 1:15 ആയിക്കണേ. നമുക്ക് 2ാമത്തെ എൻട്രി വന്നതും നിഫ്റ്റിയിലാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് നമ്മൾ ആ എൻട്രി എടുത്തോടത്തുനിന്ന് എക്സിറ്റ് ആയി കൊടുത്തുനിന്ന് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മാർക്കറ്റ് പോയി. അതിന് ശേഷം ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് മേക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ കന്ന് നമ്മൾ ഒരു POI ഏരിയ മാർക്ക് ചെയ്ത് ആ POI ഏരിയക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. കറക്റ്റ് POI ഏരിയ എന്നല്ല, കുറച്ച് നമ്മൾ ഒരു കൺഫർമേഷന് വേണ്ടി ഒരു 2 ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്ത്. അപ്പോൾ വീണ്ടും ഒന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നപ്പോഴാണ് പിന്നെ ആ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി എടുത്തത്. സോ മാർക്കറ്റ് ഈ പറഞ്ഞായിരിക്കും ബാങ്ക് നിഫ്റ്റി നല്ലൊരു അപ്സൈഡ് റാലിയും നിഫ്റ്റി ആണെങ്കിൽ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷനുമാണ് നടക്കുന്നത്. സോ ഈ എൻട്രിയിൽ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷേ എന്തായാലും നമ്മളൊരു സിസ്റ്റം പ്രകാരം വന്ന ട്രേഡ് ആയോ എന്നുള്ളതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തതാണ്. പിന്നെ ഇതിൽ വേറൊരു പോസിബിലിറ്റിയും കൂടി നമുക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുകളിൽ അപ്സൈഡ് പോയിട്ട് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഡൗൺ സൈഡ് വന്നത്. എന്നിട്ടാണ് ഈ ഡൗൺ സൈഡത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തത്. അപ്പോൾ ഇനി ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത പ്രകാരം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് റാലി തരാനും ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് ഒരു അപ്സൈഡ് ഈ ഇപ്പം ഇതുവരെ ഉണ്ടാക്കിയ ഒരു ഡേ ഹൈ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട്
എന്നിട്ട് ഫോളോ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് അപ്പ് സൈഡ് എടുത്തത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഡൗൺ സൈഡൊക്കെയുള്ള ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോൾ ഓൾറെഡി നല്ലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. സോ ആ ട്രെൻഡ് ലൈൻ എടുത്തപ്പോൾ എല്ലാവരും ഡൗൺ സൈഡ് എന്നുള്ള വ്യൂവിൽ ഇരിക്കണ്ടാവും, മാർക്കറ്റ് ഡൗൺ സൈഡ് വ്യൂ എന്നുള്ള ഒരു വ്യൂവിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ SL 100 ഏൽപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മേലെ ഹൈ സ്വീപ്പ് ചെയ്ത് ആ ഒരു ഹൈ എടുത്തേക്കിന് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു പ്ലാനുള്ളത് എന്തായാലും നോക്കാം നമുക്ക്. സോ ഈ ചലഞ്ചിങ് ഒക്കെ ഡെയിലി കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ 71 ദിവസമായിട്ടും നമ്മൾ സ്റ്റിൽ ലോസിലാണ് നിൽക്കണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, എന്തുകൊണ്ട് ഒരു ഡ്രോ ഡൗൺ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് പക്ക ഞാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്ഷൻ ബൈയിങ് സെറ്റപ്പ് മേക്ക് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന എൻട്രീസ് കറക്റ്റ് എടുത്തു പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയൊരു ചലഞ്ച് ആണിത്. അതിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു സിസ്റ്റമോ നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു പേഴ്സണൽ വ്യൂവോ ഒന്നും ആഡ് ചെയ്യാതെ പക്ക സെറ്റപ്പ് സിസ്റ്റം ബേസ് ചെയ്തിട്ട് എൻട്രി എടുത്ത് പോകുക എന്നുള്ള ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ SL വരാം, ടാർഗറ്റ് വരാം, എന്ത് വരാം. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി ഒരു ചലഞ്ചുമാർക്ക് ചെയ്യണമെന്ന് തന്നെ ഉള്ളൂ ഇത്. അപ്പോൾ അതിലെന്ത് വരാം, മേ ബി ഈ ഒരു ചലഞ്ച് ഫെയിലിയർ ആവാം, രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവൻ ചിന്തിക്കത്ത് ഇതുവരെ പ്രോഫിറ്റ് ആവാതെ എന്ത് സിസ്റ്റമാണിത് ആ ഒരു ബേസിലാവും ചിന്തിക്കുക. പക്ഷേ നമ്മൾ ആ ഒരു സിസ്റ്റം മേക്ക് ചെയ്തിട്ട് അതിൻ്റെ കാരണം ഇത് സിസ്റ്റത്തിലേക്ക് പ്രോഫിറ്റ് കിട്ടിയാണ്. ഈ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള PNL ഞാൻ ലാസ്റ്റ് ഇതായിട്ട് അപ്ലോഡ് ചെയ്തത്. നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി. അതിൽ നമ്മളൊരു 1 ഇയറിൻ്റെ PNL അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ അത് വെച്ചിട്ടാണ് ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു ലാസ്റ്റ് 1 ഇയർ റൺ ചെയ്തതും ഇതിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതും. സോ നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു സിസ്റ്റം മാത്രം വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്, ഞാൻ വേറെ സിസ്റ്റം ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ബൈയിങ് തന്നെ വേറെ ഒരു 2 സെറ്റപ്പും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേറെ ബ്രോക്കറിൽ ഇട്ടിട്ടാണെന്നുള്ളൂ, വേറെ സർവ്വത സ്റ്റോക്കും ഉണ്ട്. ആ 2 ബ്രോക്കറിലുമായിട്ടാണ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങും. അതേപോലെ ഓപ്ഷൻ സെല്ലിങ് വലിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടാണ്, ഓപ്ഷൻ ബൈയിങ് ഇതേമാതിരി ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് അതും ചെയ്യുന്നുണ്ട്. സോ ഇത് വേറൊരു സിസ്റ്റം, ആ സിസ്റ്റം ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിലുള്ള ടാർഗറ്റ് SL ബുക്ക് ചെയ്യുന്നത്. ഇതില്ല നല്ല ദിവസങ്ങൾ വരും, അപ്പോൾ നമുക്ക് മാക്സിമം ടാർഗറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോകാന്നുള്ളൂ. സോ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മാക്സിമം ഇതിപ്പോൾ ഞാൻ വെച്ചാൽ ഈ ഒരു 2-3 മാസം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ചും കൂടി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തി. കാരണം ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ വരുന്ന സിനാരിയോസും കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ വരുന്ന സിനാരിയോസിലൊക്കെ കുറച്ച് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കണം. ഏതായാലും നമുക്ക് നോക്കാം ഈ സിസ്റ്റം എന്തായിരിക്കും ഈ ഒരു ചലഞ്ച്. എനിക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്തായാലും ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് തന്നെ. പക്ഷേ ഏതായാലും നോക്കാം, നല്ല മാർക്കറ്റ് നമ്മളെ സെറ്റപ്പ് പ്രകാരം വരുമ്പോൾ നമുക്ക് ഏതായാലും അതിൽ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു സിനാരിയോയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സെറ്റപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1,20,000 ആണ് നമ്മൾ ക്യാപിറ്റൽ. അതിൻ്റെ നമ്മൾ SL ബുക്ക് ചെയ്യണ ഏകദേശം ഒരു 1% ആണ്, 1200 SL ബുക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു 4% നമുക്ക് 1:4 ആണ് നമുക്ക് ടാർഗറ്റ് വരിക. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ തന്നെ ഏകദേശം ഒരു 4 ട്രേഡിൻ്റെ ലോസ് നമുക്ക് റിക്കവർ ആവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 3 ട്രേഡ് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 12 ട്രേഡിൻ്റെ ലോസൊക്കെ കംപ്ലീറ്റ് റിക്കവറി ആവുന്ന ഒരു സെറ്റപ്പാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഒരാഴ്ച നല്ല കുറച്ച് ട്രേഡ്സ് കിട്ടിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ ഒരു മന്തിൻ്റെ ഒരു സിനാരിയോ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കുക എന്നുള്ള തന്നെ കാര്യമുള്ളൂ. കാരണം ഞാൻ ഡിസംബറിലൊക്കെ നമ്മൾ ഈ സെറ്റപ്പ് ഈ ട്രേഡ് നമ്മളുടെ SL അടിച്ച് ഏകദേശം ഒരു 800 സംതിങ്ങോളം നമുക്ക് ലോസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ SL അടിച്ചിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് പ്രീമിയത്തിലൊന്ന് ട്രയൽ ചെയ്ത് വെച്ചാണ്. സോ നമുക്ക് ഈ ട്രേഡ് SL അടിച്ച് ഓൾറെഡി ഇന്ന് നമുക്ക് 2 ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ, ആ 2 ട്രേഡും നമുക്ക് കഴിഞ്ഞ്. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഡിസംബറിൽ ഏകദേശം ഞാൻ നല്ല രീതിയിൽ നമുക്കൊരു വിന്നിങ് റേറ്റ് ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഡിസംബറിൽ മാത്രം ഏകദേശം 28%ഓളം നമ്മൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മളെ ക്യാപിറ്റലിൻ്റെ 28%ഓളം. അതൊക്കെ ശരിക്കും ഒരു ഹ്യൂജ് നമ്പറാണ്. ശരിക്കും ആ ഒരു മാസം കൊണ്ട് നമ്മൾ ഏകദേശം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 4 മാസത്തെ പ്രോഫിറ്റോളം നമ്മൾ ബുക്ക് ചെയ്തിറങ്ങി. ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മളൊരു ആവറേജ് നമ്മൾ ടാർഗറ്റ് വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 5% ആണ് ഏകദേശം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 മാസത്തെ ടാർഗറ്റ് ഞാൻ ഓൾറെഡി എനിക്ക് ഡിസംബറിൽ ബുക്ക് ചെയ്തിറങ്ങാൻ പറ്റി. പക്ഷേ നമ്മൾ ഈ ചലഞ്ച് നമ്മൾ തുടങ്ങുന്നത് ജനുവരിയിലാണ്. അതിൻ്റെ ശേഷം മാർക്കറ്റ് കുറേ പ്രോബ്ലംസും അറിയാമല്ലോ, ഈ ഒരു ജനുവരി തുടങ്ങിയതിന് ശേഷം കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഡൗൺ അങ്ങനത്തെ ഒക്കെ ഒരു സിനാരിയോയിൽ പോവുകയാണ്. സോ ഏതായാലും നോക്കാം നമുക്ക് ഈ സിസ്റ്റം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. സോ ഇന്ന് വന്ന ട്രേഡ്സ് 2 ട്രേഡ്സ് നിങ്ങൾ കണ്ടല്ലോ, 2 ട്രേഡ്സാണ് ഇന്ന് വന്നത്. ആ 2 ട്രേഡ്സിൽ നമ്മൾ ഒരു ട്രേഡ് കോസ്റ്റിലും ഒരു ട്രേഡ് ചെറിയ ലോസിലുമാണ് നമ്മൾ ഇറങ്ങിയത്. സോ നമ്മൾ ഈ ദിവസത്തെ എക്സൽ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. നമ്മൾ 817.50 ഇന്ന് നമ്മൾ ലോസ് ബുക്ക് ചെയ്തത്. സോ എക്സൽ ഡേ 71 15th ഏപ്രിൽ 817.50
നമ്മൾ ലോസ് ബുക്ക് ചെയ്ത്. സോ നമ്മൾ ഡേ 71 എൻ്റെ ചെയ്യുമ്പോൾ 3125.38 രൂപ നെറ്റ് ലോസിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ മാക്സിമം ഇത് തന്നെ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ സെറ്റപ്പ് പ്രകാരം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദിവസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാക്സിമം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ റിസ്ക് കൺട്രോൾ ചെയ്തിട്ട് മാക്സിമം ഓവർ ലോസ് കൊടുക്കാതെ നമ്മുടെ സെറ്റപ്പ് പ്രകാരം നല്ല ട്രേഡ്സ് കിട്ടുന്ന ദിവസങ്ങളിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാനുള്ളത്. അത് ബേസ് ചെയ്താണ് സ്റ്റിൽ പോകുന്നത്. നമുക്ക് ഏകദേശം നല്ലൊരു 2-3 ദിവസം വന്നാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ലോസും കവർ ചെയ്തിട്ട് ഈ ഒരു മന്ദത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ആ ദിവസം എന്ന് വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ പോയി നോക്കാം. നമുക്ക് എന്തായാലും ഈ ചലഞ്ച് നല്ല രീതിയിൽ പോകുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊരു ഡ്രോ ഡൗൺ ഫേസിലാണ് പോകുന്നത്. സോ നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. പ്രോപ്പറായി നമ്മളെ സിസ്റ്റത്തിന് പ്രകാരം നമുക്ക് ടാർഗറ്റ് കിട്ടുന്ന ദിവസങ്ങൾ വരും തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.